ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? Tiptok Tips and Talk Complete Useful Channel. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് ഹ്യൂജ് എമൗണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന 2 ബെസ്റ്റ് കമ്പനികളാണ്. അപ്പോൾ എന്താണ് ആ കമ്പനികളെന്നും ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ഇതെന്നും നമുക്ക് നോക്കാം. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഒരു പക്ഷേ ചിലരെങ്കിലും ചെയ്യുന്ന ബിസിനസ് ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഇത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തവരുണ്ടാവാം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച്. അപ്പോൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? ആദ്യം അത് ഞാൻ പറഞ്ഞു തരാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അലി എക്സ്പ്രസ് ഇതുപോലുള്ള പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് റീസെയിൽ ചെയ്യുന്നതിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കസ്റ്റമറിന് കൊടുക്കുക. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. എന്നാൽ ഒരു രൂപയുടെ ചിലവ് നമുക്കില്ല, ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെയും കിട്ടും. നല്ല രീതിയിലുള്ള, അതും ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഒരു മാസം, അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് പോലെ നല്ല രീതിയിലുള്ള ഏണിങ്സും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ളാവും. അതല്ല, പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും നല്ല ബിസിനസ്സാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ആൾറെഡി ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അല്ല മറ്റുള്ള അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള ലാഭം നമുക്ക് കിട്ടുന്ന 2 കമ്പനികളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ 2 കമ്പനികൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ വരുമാന മാർഗ്ഗങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ പറയട്ടെ, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റോർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങി സൂക്ഷിച്ചതിന് ശേഷം നമ്മളുടെ വിലയ്ക്ക് നമുക്ക് അത് മറ്റുള്ള വെബ്സൈറ്റുകളിൽ കയറി സെല് ചെയ്യാൻ കഴിയും. ഇന്ന് പക്ഷേ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതൊന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ടുള്ള ട്രിക്കാണ്. അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ സൂക്ഷിക്കാതെ തന്നെ മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഏതൊക്കെയാണ് വെബ്സൈറ്റുകളെന്നും. അപ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായി ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ eBay എന്ന് ടൈപ്പ് ചെയ്യുക. www.ebay.com എന്നുള്ള വെബ്സൈറ്റിനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ eBay എന്ന് ടൈപ്പ് ചെയ്യുക. ആ eBay എന്ന ഈ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ eBayയുടെ രജിസ്ട്രേഷൻ പേജിലേക്ക് പോവുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിക്കുക, ലാസ്റ്റ് നെയിം അടിക്കുക, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാത്തത്. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സൈനിങ് ആയി കിടക്കുന്ന ഈ ഗൂഗിൾ അക്കൗണ്ട് വിത്ത് ഗൂഗിൾ അക്കൗണ്ടുമായി കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ടും കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇമെയിലേക്ക് തിരിച്ചു വരിക, ഇമെയിൽ സൈൻ ചെയ്യുക. ഞാനിവിടെ എൻ്റെ eBay ഈ വെബ്സൈറ്റിൽ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ eBayയുടെ ഹോം പേജിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലുള്ള വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പോലെ തന്നെ ഏകദേശം 2 മില്യണോളം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് eBay എന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അവരുടെ. ഇവിടെ നമുക്ക് സെല്ലിംഗ് ഓപ്ഷൻ ഉണ്ട്, ഷിഫ്റ്റ്, ഒരുപാട് ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെ കാറ്റഗറി, ആൾമോസ്റ്റ് എല്ലായിടത്തുമുള്ള എല്ലാ കാറ്റഗറീസും ഇതിലുമുണ്ട്. ഇലക്ട്രോണിക്സ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, മോട്ടോർ, സ്പോർട്സ്, ഹോം, ഡീൽ, ഏത് വേണമെങ്കിലും ഏത് കാറ്റഗറി വേണമെങ്കിലും നിങ്ങൾക്ക്
ചൂസ് ചെയ്യാവുന്നതാണ്, സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ലാഭകരവും എന്നാൽ നമുക്ക് റിസ്ക് ഇല്ലാത്തതുമായ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ടാമത്തെ വെബ്സൈറ്റാണ് വാൾമാർട്ട്. വാൾമാർട്ടിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റോറാണ് walmart.com. അത് ലോകത്തിൻ്റെ പല പല രാജ്യങ്ങളിലായിട്ടുള്ള അവരുടേതുണ്ട്. വാൾമാർട്ട് UK, വാൾമാർട്ട് US, വാൾമാർട്ട് ഇന്ത്യ, വാൾമാർട്ട് GCC, ഏത് വേണമെങ്കിലും ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ വാൾമാർട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ വാൾമാർട്ടിലും നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം വാൾമാർട്ട് സെലക്ട് ചെയ്യുന്നു, വാൾമാർട്ടിൻ്റെ പേജിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തു. അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ക്രിയേറ്റ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, ക്രിയേറ്റ് പിൻ, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, ക്രിയേറ്റ് പാസ്വേഡ് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഞാനിവിടെ ആൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. സോ അതും നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അപ്പോൾ ആ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാർട്ടിൻ്റെ ഈ സൈനിങ് പ്രോസസ്സിലേക്ക് വീണ്ടും നമ്മൾ വന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിക്കുക, സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. വാൾമാർട്ടിൻ്റെ ഇതും ഒരു ഓൺലൈൻ സ്റ്റോറാണ്. നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു ഓൺലൈൻ വെബ് സ്റ്റോറാണ്. ഇതിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. അതും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലാഭവിഹിതവും കൂടുതലായിരിക്കും. അപ്പോൾ നോക്കാം, നമുക്കിതിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരുന്നത്. നമുക്ക് ഇബേയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ടത്. സോ നമ്മൾ ആദ്യം വാൾമാർട്ടിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ വാൾമാർട്ടിലുള്ള പ്രൊഡക്റ്റുകൾ മറ്റുള്ള ആൾക്കാർ ഈ ഇബേയിൽ എങ്ങനെ സെയിൽ ചെയ്യുന്നു, അതുപോലെ നമുക്ക് എങ്ങനെ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കൊരു ഫർണിച്ചർ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഈ വാൾമാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ അപ്പം ഫോൾഡിംഗ് ടേബിൾ എന്നുള്ള ആ ഒരു ടേബിൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റിസൾട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ഈ കോസ്കോ ഫുഡിൻ്റെ ഒരു ടേബിൾ, ഒരു ഫോൾഡിംഗ് ടേബിളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ടേബിൾ. ഇതിൻ്റെ വില നമുക്കിവിടെ കാണാൻ കഴിയും. $46.47 ഈ സെയിം പ്രൊഡക്റ്റുകൾ തന്നെ നമുക്ക് ഇബേയിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി നമ്മൾ ഈ സെയിം ടൈറ്റിൽ തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇബേയിൽ പോകുന്നു. അവിടെ നമ്മൾ ഈ സാധനം പേസ്റ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ സെർച്ച് കൊടുക്കുക. ഇവിടെ നോക്കൂ, നമ്മൾ ഈ വാൾമാർട്ടിൽ കണ്ട ഇതേ സെയിം ടേബിൾ തന്നെയാണ് നമ്മൾ ഇതിലും കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടുത്തെ വില നോക്കൂ, $59.99 എന്ന് $60. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് $46. മീൻസ് ഇതിൽ നിന്ന് ഏകദേശം $14-15 ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ റിസൾട്ട് നോക്കൂ, 4 സ്റ്റാറോളം ഉണ്ട് ഇതിൻ്റെ റിസൾട്ട്. 44 പ്രൊഡക്റ്റ് ആൾറെഡി അത് വിറ്റ് കഴിഞ്ഞു. 44 പ്രൊഡക്റ്റ് × 15, 44 × 15 നിങ്ങൾ കണക്കൂട്ടി വെക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ലാഭം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഒരു റിസ്ക്കും ഇല്ല. ഇത് നമ്മൾ ഇതുപോലുള്ള ഇതിൻ്റെ വിലകളെല്ലാം നമുക്ക് താഴെ കാണാൻ കഴിയും. പലരും പല റേറ്റാണ്. $121 മുതൽ $62, $74 എല്ലാം സെയിം പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഒറിജിനൽ പ്രൈസ് $46 ആണ്. സോ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലുള്ള ഏത് പ്രൊഡക്റ്റും ചൂസ് ചെയ്ത്, എന്നാൽ കുറച്ച് മൂവിങ് ആകാൻ ചാൻസ് ഉള്ളത്, ആൾക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ വാൾമാർട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇബേയിലേക്ക് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ ഈ വ്യക്തി ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടോ, $60 ഈ പ്രൊഡക്റ്റ് വിറ്റിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് $46 ആണ്. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നോക്കാം. 44 പ്രൊഡക്റ്റ് റേറ്റിംഗ് മീൻസ് 44 പേരോളം ഇത് ആൾറെഡി
പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 44 × 15 = $660 അദ്ദേഹം ഉണ്ടാക്കി ഈസി ആയിട്ട് ഏൺ ചെയ്തിരിക്കുന്നത്. $660. നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ പ്രൈസുമായി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 660 ഇൻറ്റു നമ്മുടെ ഇപ്പോഴത്തെ ഡോളർ റേറ്റുമായി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത് എത്രമാത്രം നമുക്ക് ലാഭകരമാണ് ഈ ബിസിനസ് എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഈ വാൾമാർട്ടിൽ ഇത് മാത്രമല്ല ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാം. ലാഭം അധികം കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലിസ്റ്റിംഗ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൾറെഡി നിങ്ങൾ ആമസോണിലും മറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ eBay ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചുകൂടി അധികം ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് eBay. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഫൈൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പക്ഷേ ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിലാണ് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലിസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ലിസ്റ്റിംഗ് മീൻസ് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ, ഉദാഹരണമായി കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകളെല്ലാം, ഈ ടൈറ്റിൽ മൊത്തം എബൌട്ട് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ഇതിന് ആവശ്യമായത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനും ഇതുപോലുള്ള ഏണിങ്സ് ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്ങനെയാണ് ഈ കമ്പനികളിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ലാഭവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി നമ്മൾ ഒരു സെല്ലറായി മാറണം. അപ്പോൾ നമ്മളുടെ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് എങ്ങനെ ലിസ്റ്റിംഗ് ചെയ്യാം, ഈ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ ലിസ്റ്റിംഗ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. അടുത്ത ലിസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എത്രയും വേഗം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.